സ്വന്തം ചോരയെ തന്നെ ഇരയാക്കി മാറ്റി ഇരുട്ടിന്റെ മഷി കൊണ്ടെഴുതിയ ഷീന ബോറ കേസിന്റെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അവസാനിക്കുന്നില്ല. നമ്മൾ ഇതുവരെ കണ്ടത് ഇരുട്ടിന്റെ ഒരു ചെറിയ അറ്റം മാത്രമാണ്. സ്വന്തം ഉദരത്തിൽ പിറന്ന ചോരയേക്കാൾ വലുതായിരുന്നു ഇന്ദ്രാണി മുഖർജിക്ക് അവരുടെ അധികാരമോഹങ്ങളും പണത്തോടുള്ള ആർത്തിയും. ഈ ദാരുണമായ സംഭവത്തിലെ യഥാർത്ഥ ദുരൂഹതകളുടെ വാതിലുകൾ ഇനി തുറക്കപ്പെടാൻ പോകുന്നതേയുള്ളൂ. ഇന്ന് ആ കേസിന്റെ തുടർച്ചയാണ്. രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വധക്കേസുകളിൽ ഒന്ന്. വാർത്താക്കോളങ്ങളിൽ തുടർച്ചയായി മേധാവിത്വം പുലർത്തിയ കുപ്രസിദ്ധമായ ഷീന ബോറ കൊലപാതകം. അതിന്റെ രണ്ടാം ഭാഗമാണിത്. കുറ്റവും ശിക്ഷയും തുടങ്ങുന്നു. എന്തായിരുന്നു കഥ ഇതുവരെ? എ ഷോർട്ട് റീക്യാപ്പ്. ഷീന ബോറ കൊലക്കേസ് അധികാരമോഹത്തിന്റെയും കുടുംബ രഹസ്യങ്ങളുടെയും ഞെട്ടിക്കുന്ന കഥയാണ്. 2012 മെയ് 23 മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലെ പെൻ താലൂക്കിലുള്ള വനത്തിൽ നിന്നാണ് കത്തി അമർന്ന നിലയിൽ അജ്ഞാതമായ ഒരു മൃതദേഹം ഗ്രാമീണർ കണ്ടെത്തിയത്. പ്രാദേശിക പോലീസ് പാട്ടീൽ ഗണേഷ് ധേനെ വിവരമറിയിച്ചതിനെ തുടർന്ന് പെൻ പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹത്തിന് പഴക്കമുണ്ടായിരുന്നതിനാൽ അവശിഷ്ടങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ച ശേഷം പോലീസ് അത് വനത്തിൽ തന്നെ മറവ് ചെയ്തു. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം 2015 ഓഗസ്റ്റിലാണ് മുംബൈ പോലീസ് ഈ കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്നത്. നിയമവിരുദ്ധമായി തോക്ക് കൈവശം വച്ചതിന് പിടിയിലായ ശാംവർ റോയ് എന്ന ഡ്രൈവറുടെ വെളിപ്പെടുത്തലാണ് കേസിൽ നിർണായകമായത്. താൻ ഉൾപ്പെട്ട വലിയൊരു കൊലപാതകത്തെക്കുറിച്ച് ശാംവർ റോയ് പോലീസിനോട് തുറന്നു പറഞ്ഞു. 2012 ഏപ്രിലിൽ ഇന്ദ്രാണി മുഖർജിയും മുൻ ഭർത്താവ് സഞ്ജീവ് ഖന്നയും ചേർന്ന് ഷീന ബോറയെ കാറിനുള്ളിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു വെളിപ്പെടുത്തൽ. മാധ്യമരാജാവായ പീറ്റർ മുഖർജിയുടെ ഭാര്യയായ ഇന്ദ്രാണി മുഖർജിയെ 2015 ഓഗസ്റ്റ് 25 പോലീസ് അറസ്റ്റ് ചെയ്തു. പുറം ലോകത്തിന് ഇന്ദ്രാണിയുടെ സഹോദരിയായിരുന്നു ഷീന ബോറയെങ്കിലും പോലീസ് അന്വേഷണത്തിൽ ഷീന ഇന്ദ്രാണിയുടെ മകളാണെന്ന് വ്യക്തമായി. അസമിലെ ഗുവാഹത്തിയിൽ സിദ്ധാർത്ഥ് ദാസുമായുള്ള ബന്ധത്തിലാണ് ഷീനയും സഹോദരൻ മിഖായേലും ജനിച്ചത്. പിന്നീട് സഞ്ജീവ് ഖന്നയെയും അതിനുശേഷം പീറ്റർ മുഖർജിയെയും വിവാഹം കഴിച്ച ഇന്ദ്രാണി മുംബൈയിലെ ഉന്നത സമൂഹത്തിന്റെ ഭാഗമായി മാറി. ഷീന ബോറ ഉപരിപഠനത്തിനായി അമേരിക്കയിലേക്ക് പോയതെന്നായിരുന്നു ഇന്ദ്രാണി അതുവരെ എല്ലാവരോടും, പ്രത്യേകിച്ച് ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പോലും പറഞ്ഞിരുന്നത്. വനത്തിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥികൂടം DNA പരിശോധനയിലൂടെ ഷീന ബോറയുടേതാണെന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചു. പീറ്റർ മുഖർജിയുടെ ആദ്യ ഭാര്യയിലുള്ള മകനായ രാഹുലുമായി ഷീന പ്രണയത്തിലായത് കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളിലൊന്നാണെന്ന് പോലീസ് അനുമാനിച്ചു. ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതും തനിക്ക് അപമാനമാകുമെന്ന് ഇന്ദ്രാണി ഭയപ്പെട്ടിരുന്നു. പക്ഷേ അതുമാത്രമാണോ കൊലപാതകത്തിന് കാരണം? ആ കൊലപാതകത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? എങ്ങനെയായിരുന്നു ആ കൊലപാതകം അവർ ചെയ്തത്? അതാണിനി. ഇന്ദ്രാണിയുടെ മകളും ഇന്ദ്രാണിയുടെ ഭർത്താവിന്റെ മകനും തമ്മിൽ പ്രണയം. രക്തബന്ധമല്ലെങ്കിലും അതെങ്ങനെ അനുവദിക്കാൻ കഴിയും? ഇന്ദ്രാണിയും ഭർത്താവ് പീറ്റർ മുഖർജിയും ആശയക്കുഴപ്പത്തിലായി. വീട് വിട്ടിറങ്ങിയ അവർ ഒരുമിച്ച് ജീവിക്കാനും ആരംഭിച്ചിരിക്കുന്നു. അപ്പോഴും അത് തന്റെ മകളാണ് എന്ന് ഇന്ദ്രാണിക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഇന്ദ്രാണി ഷീനയെ തന്റെ അനുജത്തി എന്നാണ്
പീറ്ററിനും രാഹുലിനും പരിചയപ്പെടുത്തിയത്. മകന്റെ സ്ഥാനത്തുള്ള രാഹുൽ താൻ അനുജത്തി എന്ന് പരിചയപ്പെടുത്തിയ ഷീനയെ പ്രണയിക്കുന്നതിലുള്ള സ്വാഭാവിക അസ്വസ്ഥത ഇന്ദ്രാണിക്കുണ്ടായി. പക്ഷെ അതിനേക്കാൾ മുകളിൽ മറ്റൊരു ചിന്ത കൂടി ഇന്ദ്രാണിയെ പിടികൂടി. അതായത് രാഹുൽ ഷീനയെ വിവാഹം കഴിച്ചാൽ പീറ്ററിന്റെ സ്വത്തുക്കൾ രാഹുലിലൂടെ ഷീനയിലേക്കെത്തും. ഇന്ദ്രാണി അത് ഭയന്നിരുന്നു. ഇന്ദ്രാണിയുടെ വിരോധത്തിന് പ്രധാന കാരണം സ്വത്ത് സംബന്ധിച്ച ഈ ആശങ്ക തന്നെയാണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. 2011 ഒക്ടോബർ 24 ബാന്ദ്രയിലേക്ക് താമസം മാറിയ ഷീന ഇന്ദ്രാണിയെ കാണാനെത്തി. പക്ഷെ പിന്നീട് ഷീനയെ കാണാതാവുകയായിരുന്നു. കാണാതായ അതേ ദിവസം തന്നെ ഷീന ബോറ ജോലി ചെയ്തിരുന്ന മുംബൈ മെട്രോ വൺ കമ്പനിയിലേക്ക് ഒരു ഇമെയിൽ എത്തി. വ്യക്തിപരമായ സാഹചര്യങ്ങൾ കൊണ്ട് താൻ ജോലി രാജിവെക്കുന്നു എന്നായിരുന്നു ആ മെയിൽ. അയച്ചത് ഷീന ബോറ. അന്ന് തന്നെ ഷീനയുടെ ഒരു ഇമെയിൽ മറ്റൊരാൾക്ക് കൂടി എത്തി. ഷീനയും രാഹുൽ മുഖർജിയും വാടകയ്ക്ക് താമസിച്ചിരുന്ന ഫ്ളാറ്റിന്റെ ഉടമസ്ഥനായിരുന്നു ആ മെയിൽ ചെന്നത്. താൻ താമസമൊഴിയുകയാണെന്ന് കാണിച്ചായിരുന്നു ആ സന്ദേശം. 2 ദിവസത്തിനു ശേഷം ഷീനയുടെ ഫോണിൽ നിന്ന് രാഹുൽ മുഖർജിക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ലഭിച്ചു. എനിക്ക് നിങ്ങളുമായി ബന്ധം അവസാനിപ്പിക്കണം. മറ്റൊരാളുമായി എനിക്ക് പ്രണയമുണ്ട്. ഞാൻ US പോകുന്നു. എന്നെ ഇനി ശല്യം ചെയ്യരുത്. പക്ഷെ ഷീനയെ കാണാതായതിൽ അസ്വസ്ഥനായ രാഹുൽ മുംബൈ പോലീസിൽ പരാതി നൽകാൻ ശ്രമിച്ചു. എന്നാൽ പീറ്റർ മുഖർജിയും ഇന്ദ്രാണിയും ചേർന്ന രാഹുലിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഷീന സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയതെന്നും അവളെ ഇനി ശല്യം ചെയ്യരുതെന്നുമാണ് ഇന്ദ്രാണി രാഹുലിനോട് പറഞ്ഞത്. ഷീന US ഉപരിപഠനത്തിന് പോയതാണെന്ന് തന്നെ ഒരു ഘട്ടത്തിൽ രാഹുലും മറ്റു സുഹൃത്തുക്കളും വിശ്വസിച്ചു. അന്ന് രാത്രിയിൽ നടന്നതെന്താണ്? ഇന്ദ്രാണിയുടെ വീട്ടിലേക്ക് ഷീന എന്തിനാണ് പോയത്? രാഹുൽ കൂടി ഒപ്പം പോയിരുന്നോ? പോലീസിന്റെ ചോദ്യങ്ങൾക്ക് രാഹുൽ വ്യക്തമായി ഉത്തരം പറഞ്ഞു തുടങ്ങി. ഞങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ വിവരമറിഞ്ഞാണ് ഇന്ദ്രാണി ഷീനയെ ക്ഷണിച്ചത്. ഷീനയ്ക്ക് നിശ്ചയത്തിനുള്ളൊരു സമ്മാനം, അതായത് എൻഗേജ്മെന്റ് ഗിഫ്റ്റ് തരാമെന്നും അവിടെ നിന്ന് അത്താഴം കഴിച്ചു മടങ്ങാമെന്നും പറഞ്ഞ ഇന്ദ്രാണി തന്നെയാണ് അന്ന് ഷീനയെ ക്ഷണിച്ചത്. രാഹുൽ തുടർന്നു. എവിടെയാണ് നിങ്ങൾ ഷീനയെ കൊണ്ടാക്കിയത്? മുംബൈയിലെ ബാന്ദ്രയിലുള്ള നാഷണൽ കോളേജിന് സമീപം. അപ്പോൾ സമയം വൈകുന്നേരം ഏതാണ്ട് 6:30 മണിയാണ്. ഞാൻ ഷീനയെ ബൈക്കിൽ കൊണ്ടുവിടുകയായിരുന്നു. അപ്പോൾ ഇന്ദ്രാണി അവിടെ കാറുമായി നിൽക്കുകയായിരുന്നു. അതെ, ഇന്ദ്രാണി മുഖർജി ഒരു വാടക കാറുമായി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. രാഹുൽ തന്റെ കൺമുന്നിൽ വച്ചാണ് ഷീനയെ ഇന്ദ്രാണിയുടെ കാറിലേക്ക് കയറ്റിവിട്ടത്. തന്റെ അമ്മയോടൊപ്പം ഡിന്നറിനും ഷോപ്പിങ്ങിനുമായി പോകുന്നു എന്ന വിശ്വാസത്തിലാണ് ഷീന ആ കാറിൽ കയറിയത്. ഷീനയെ ഇന്ദ്രാണിയുടെ കൈകളിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചു എന്ന് കരുതി രാഹുൽ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. പിന്നീട് ആരും ഷീനയെ കണ്ടില്ല. രാഹുൽ വിളിക്കുമ്പോഴൊക്കെ ഷീന നീയുമായുള്ള ബന്ധം വിടുകയാണെന്നാണ് ഇന്ദ്രാണി മറുപടി നൽകിയത്. ഒടുവിൽ ആ മെസ്സേജ് വന്നതോടെയാണ് ഞാൻ പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങിയത്. അതും അച്ഛനും ഇന്ദ്രാണിയും ചേർന്ന് തടഞ്ഞു. രാഹുലിന്റെ മൊഴി വ്യക്തമായിരുന്നു. ആ കാറിലേക്ക് കയറിയ ഷീന ബോറയ്ക്ക് എന്ത് സംഭവിച്ചു എന്നത് ഡ്രൈവർ ശ്യാംവർ റായ് പറഞ്ഞ മൊഴിയിൽ തന്നെയുണ്ട്. ഷീന ബോറയ്ക്ക് അന്ന് ആ കാർ യാത്ര അവളുടെ അവസാന യാത്രയായിരുന്നു. 2012 ഏപ്രിൽ 23 തിങ്കളാഴ്ച ഷീനയെ കൊലപ്പെടുത്താൻ ഇന്ദ്രാണി തീരുമാനിച്ചു. എങ്ങനെ കൊല്ലണം? കൊന്നതിനു ശേഷം മൃതദേഹം എങ്ങനെ മറവു ചെയ്യണം? തെളിവുകൾ നശിപ്പിക്കേണ്ടതെങ്ങനെ? ഷീന ജീവിച്ചിരിക്കുന്നു എന്ന് തോന്നിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ? എല്ലാറ്റിനും ഇന്ദ്രാണി പ്രത്യേകം പ്ലാൻ തയ്യാറാക്കിയിരുന്നു. ഇന്ദ്രാണി മുഖർജിയും ഡ്രൈവർ ശ്യാംവർ റായിയും കൂടി മൃതദേഹം ഉപേക്ഷിക്കാൻ പറ്റിയ സ്ഥലത്തിനായി റായ്ഗഡ് വനമേഖല സന്ദർശിച്ചു. കാടിനു നടുവിലെ സ്ഥലം ഇതിനായി നിശ്ചയിക്കുകയും ചെയ്തു. കൊലപാതകത്തിൽ പങ്കാളിയാകാൻ തന്റെ മുൻ ഭർത്താവ് സഞ്ജീവ് ഖന്നയെ ഇന്ദ്രാണി വിളിച്ചു വരുത്തിയിരുന്നു. കൊൽക്കത്തയിൽ നിന്നും മുംബൈയിലെത്തിയ സഞ്ജീവ് ഖന്ന മൃതദേഹം മാറ്റാനായി വലിയൊരു ബാഗും ഷീനയെ മയക്കാൻ ആവശ്യമായ മയക്കുമരുന്നും കാറിൽ കരുതി.
കുറ്റമേറ്റുപറഞ്ഞ ഡ്രൈവർ ശ്യാംവർ റായ് ഓരോന്നും അക്കമിട്ട് നിരത്തി. 2012 ഏപ്രിൽ 24 ചൊവ്വാഴ്ച വൈകിട്ട് 6 മണി, നാഷണൽ കോളേജ് പരിസരം, വെസ്റ്റ് ലിങ്ക് റോഡ്, ബാന്ദ്ര വെസ്റ്റ്. വിവാഹ നിശ്ചയ സമ്മാനമായി മകൾക്ക് ഒരു ഫ്ളാറ്റ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനെന്ന വ്യാജേന ഇന്ദ്രാണി ഷീനയെ മുംബൈ നാഷണൽ കോളേജിന് സമീപത്തേക്ക് വിളിച്ചു വരുത്തി. രാഹുൽ മുഖർജി ഷീനയെ ഇന്ദ്രാണിയുടെ അടുത്ത് വിട്ടു മടങ്ങി. കാറിന്റെ പിൻസീറ്റിൽ ഇന്ദ്രാണിയും സഞ്ജീവ് ഖന്നയും ഉണ്ടായിരുന്നു. ശ്യാംവർ റായിയാണ് കാർ ഓടിച്ചിരുന്നത്. പിൻസീറ്റിൽ ഇന്ദ്രാണിക്കും സഞ്ജീവിനുമൊപ്പമാണ് ഷീന ഇരുന്നിരുന്നത്. കാർ യാത്രക്കിടയിൽ ഇന്ദ്രാണി ഷീനയ്ക്ക് കുടിവെള്ളം നൽകി. അതിൽ മയക്കുമരുന്ന് കലർത്തിയിരുന്നു. അല്പസമയത്തിനുള്ളിൽ ഷീന അബോധാവസ്ഥയിലായി. സമയം രാത്രി 7 മണി. ഡ്രൈവർ ശ്യാംവർ റായി ബാന്ദ്രയിലുള്ള ഒരു വിജനമായ റോഡിൽ വാഹനം നിർത്തി. പിൻസീറ്റിലിരുന്ന സഞ്ജീവ് ഖന്ന അബോധാവസ്ഥയിലായിരുന്ന ഷീനയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് അനങ്ങാൻ കഴിയാത്ത വിധം അമർത്തിവച്ചു. ഡ്രൈവർ ശ്യാംവർ റായി പിന്നിലോട്ട് തിരിഞ്ഞിരുന്ന ഷീനയുടെ വായ പൊത്തിപ്പിടിച്ചു. ഷീന കൈക്കുള്ളിൽ ഒതുങ്ങി എന്ന് ബോധ്യമായതോടെ ഇന്ദ്രാണി ഷീനയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. ഇന്ദ്രാണി ഷീനയുടെ മൃതദേഹത്തിന്റെ തലമുടി ചീകി ഒതുക്കി. മുഖത്ത് ലിപ്സ്റ്റിക് ഇട്ടു. ഒരു ജീവനുള്ള യാത്രിക കാറിന്റെ പിൻസീറ്റിൽ ഉറങ്ങുകയാണെന്ന പ്രതീതിയാണ് അവർ സൃഷ്ടിച്ചത്. പോലീസ് പരിശോധനയുണ്ടായാൽ സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ. കൊലപാതകത്തിനു ശേഷം അന്ന് രാത്രി മുഴുവൻ മൃതദേഹം വർളിയിലെ ഇന്ദ്രാണിയുടെ വീടിന്റെ ഗ്യാരേജിൽ നിർത്തിയിട്ടിരുന്ന കാറിലാണ് സൂക്ഷിച്ചത്. പിറ്റേന്ന് പുലർച്ചെ മൃതദേഹം റായ്ഗഡ് വനത്തിലേക്ക് മാറ്റാനായി അവർ യാത്ര തിരിച്ചു. അപ്പോഴേക്കും മൃതദേഹം നേരത്തെ കരുതിയിരുന്ന ബാഗിലേക്ക് മാറ്റിയിരുന്നു. ബാഗ് കാറിന്റെ ഡിക്കിയിൽ നിക്ഷേപിച്ചു. 2012 ഏപ്രിൽ 25 ബുധനാഴ്ച, സമയം പുലർച്ചെ 4 മണി. വനത്തിലെത്തിയ ശേഷം മൃതദേഹമടങ്ങിയ ബാഗ് മൂവരും ചേർന്ന് പുറത്തെടുത്തു. തെളിവ് പൂർണ്ണമായി നശിപ്പിക്കാനായി മൃതദേഹത്തിന്മേൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ശരീരം പകുതിയിലധികം കരിഞ്ഞുവെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് മൂവരും അവിടെ നിന്നും മുംബൈയിലേക്ക് മടങ്ങിയത്. ഏപ്രിൽ 24 കൊല്ലപ്പെട്ട ഷീന ബോറ എങ്ങനെ സ്വന്തം ജോലി ഉപേക്ഷിക്കുന്നു എന്ന് കാണിച്ചുള്ള രാജിക്കത്തയക്കും? വീടൊഴിയുന്നു എന്ന് കാണിച്ചുള്ള സന്ദേശം വീട്ടുടമസ്ഥനയച്ചത് ആരാണ്? ആ ബാക്കി കളികൾ ഇന്ദ്രാണിയുടെ മാത്രം ബുദ്ധിയിൽ വിരിഞ്ഞതായിരുന്നു. പോലീസിന്റെ ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ അത് തെളിയുകയും ചെയ്തു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഇന്ദ്രാണി തന്നെ വലിയ ചതിക്കുഴികൾ ഒരുക്കി. ഷീനയുടെ യഥാർത്ഥ ജിമെയിൽ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ കഴിയാതെ വന്നതോടെ തന്റെ PA ആയ കാജൽ ശർമ്മയെ ഉപയോഗിച്ച് ഷീനയുടെ പേരിൽ ഒരു വ്യാജ ഹോട്ട്മെയിൽ ID ഇന്ദ്രാണി നിർമ്മിച്ചു. ഈ വ്യാജ അക്കൗണ്ടിൽ നിന്ന് ഷീനയുടെ തൊഴിലുടമയ്ക്ക് രാജിക്കത്തും താമസിച്ചിരുന്ന വീടിന്റെ ഉടമയ്ക്ക് വാടക കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള കത്തും അയച്ചു. ഈ കത്തുകളിൽ ഷീനയുടെ വ്യാജ ഒപ്പിടാൻ ഇന്ദ്രാണി ജീവനക്കാരിക്ക് നിർദ്ദേശം നൽകി. ഷീനയുടെ ഫോണിൽ നിന്ന് എനിക്ക് നിങ്ങളുമായി ബന്ധം അവസാനിപ്പിക്കണം, ഞാൻ US പോകുന്നു, എന്നെ ഇനി ശല്യം ചെയ്യരുത് എന്ന സന്ദേശം രാഹുലിന് അയച്ചതും ഇന്ദ്രാണി തന്നെ. ഇന്ദ്രാണി അവിടം കൊണ്ടും അവസാനിപ്പിച്ചില്ല. കൊലപാതകം നടന്ന് ഏകദേശം 1 വർഷമാകുമ്പോൾ 2013 മാർച്ച് ഷീനയുടെ ഈ വ്യാജ ഐഡിയിൽ നിന്ന് പീറ്റർ മുഖർജിക്ക് ഒരു ഇമെയിൽ പോയി. താൻ കാരണം പീറ്ററിന്റെയും ഇന്ദ്രാണിയുടെയും ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് ക്ഷമ ചോദിക്കുന്നതായിരുന്നു ആ ഇമെയിൽ. ഇന്ദ്രാണി തന്റെ അമ്മയല്ലെന്നും തന്നെ വളർത്തിയ ഒരു നല്ല സ്ത്രീ മാത്രമാണെന്നുമുള്ള കള്ളക്കഥയും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഷീനയുടെ പേരിൽ വ്യാജ ഇമെയിൽ ഐഡികൾ ഉണ്ടാക്കിയതും രാഹുൽ മുഖർജിക്ക് വ്യാജ മെസ്സേജുകൾ അയച്ചതും ഇന്ദ്രാണിയുടെ മുംബൈയിലുള്ള ഓഫീസിലെ IP അഡ്രസ് ഉപയോഗിച്ചാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ ശാസ്ത്രീയ തെളിവുകളും സഹപ്രതികളുടെ മൊഴികളും മുന്നിൽ വെച്ചതോടെ ഇന്ദ്രാണിക്ക്
പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടികളില്ലാതായി. കൊലപാതകം ആസൂത്രണം ചെയ്തതും ഷീനയെ കാറിൽ വെച്ച് കഴുത്തു ഞെരിച്ചതും മൃതദേഹം റായ്ഗഡിൽ കൊണ്ടുപോയി കത്തിച്ചതുമായ എല്ലാ വിവരങ്ങളും ഡ്രൈവർ ഇന്ദ്രാണിയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞതോടെ ഇന്ദ്രാണി കൂടുതൽ പ്രതിരോധത്തിലായി. ഇന്ദ്രാണിയുടെ മുൻ ഭർത്താവായ സഞ്ജീവ് ഖന്ന ആദ്യം കുറ്റം നിഷേധിച്ചെങ്കിലും ഡ്രൈവറുടെ മൊഴികളും പോലീസിന്റെ പക്കലുണ്ടായിരുന്ന കോൾ റെക്കോർഡുകളും കണ്ടതോടെ തകർന്നുപോയി. കാറിൽ വെച്ച് ഷീനയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് കൊലപാതകത്തിന് സഹായിച്ചത് താനാണെന്ന് ഇതോടെ സഞ്ജീവ് ഖന്ന ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. 2015 സെപ്റ്റംബർ 18 കേസ് അന്വേഷണം മഹാരാഷ്ട്ര സർക്കാർ ഔദ്യോഗികമായി CBIക്ക് കൈമാറി. കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രതികൾ സമൂഹത്തിലെ ഉന്നതരും വലിയ സാമ്പത്തിക സ്വാധീനമുള്ളവരുമായിരുന്നു. അതിനാലാണ് കേസ് CBIക്ക് കൈമാറിയത്. സെപ്റ്റംബർ 29 CBI കേസ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നാലെ കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാരോപിച്ച പീറ്റർ മുഖർജിയെയും CBI അറസ്റ്റ് ചെയ്തു. ആദ്യം കേസിൽ 3-ാം പ്രതിയായിരുന്ന ഡ്രൈവർ ശ്യാംവർ റായ് പിന്നീട് കേസിൽ മാപ്പ് സാക്ഷിയായി. പരി ബോറ എന്ന ഇന്ദ്രാണി മുഖർജി 1-ാം പ്രതി, വയസ്സ് 43, ഗുവാഹത്തി സ്വദേശി, മാധ്യമ ഉടമ. സഞ്ജീവ് ഖന്ന 2-ാം പ്രതി, വയസ്സ് 50, കൊൽക്കത്ത സ്വദേശി, വ്യവസായി. പീറ്റർ മുഖർജി 3-ാം പ്രതി, വയസ്സ് 59, മുംബൈ സ്വദേശി, മാധ്യമ ഉടമ. നീണ്ട 6 വർഷങ്ങളാണ് ഇന്ദ്രാണി ജയിലിൽ വിചാരണ തീരും വരെ കാത്തുകഴിഞ്ഞത്. പക്ഷേ ആ 6 വർഷങ്ങളിലും തന്റെ മകളെ കൊന്നു എന്നൊരു കുറ്റസമ്മതം അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ല. 2022 മെയ് 20 വെള്ളിയാഴ്ച, വനിതാ ജയിൽ, ബൈക്കുള, മുംബൈ. 6.5 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ഇന്ദ്രാണി മുഖർജി ജയിൽ മോചിതയായി. കേസിൽ പിന്നെയും 100-ലധികം സാക്ഷികളെ വിസ്തരിക്കാൻ ബാക്കിയുണ്ടെന്നും പ്രോസിക്യൂഷൻ പകുതി സാക്ഷികളെ ഒഴിവാക്കിയാൽ പോലും വിചാരണ ഉടൻ പൂർത്തിയാകാൻ സാധ്യതയില്ലെന്നും നിരീക്ഷിച്ചാണ് സുപ്രീം കോടതി ജസ്റ്റിസ് എൽ നാഗേശ്വർ റാവു ഇന്ദ്രാണി മുഖർജിക്ക് ജാമ്യം അനുവദിച്ചത്. കേസിലെ മറ്റൊരു പ്രതിയായ പീറ്റർ മുഖർജിക്ക് നേരത്തെ തന്നെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അതിനാൽ ഇന്ദ്രാണിക്കും ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് കോടതി വിലയിരുത്തി. പ്രതികൾ തങ്ങളുടെ പാസ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിക്കണം. കോടതിയുടെ പ്രത്യേക അനുമതിയില്ലാതെ ഇന്ത്യ വിട്ടുപോകാൻ പാടില്ല. കേസിലെ സാക്ഷികളെയോ തെളിവുകളെയോ സ്വാധീനിക്കാൻ യാതൊരു ശ്രമവും നടത്തരുത് എന്നീ കർശന വ്യവസ്ഥകളോടെയായിരുന്നു ജാമ്യം. 2024 ഫെബ്രുവരി 29 വ്യാഴാഴ്ച, തന്റെ ഭാഗം ന്യായീകരിച്ചും വിശദീകരിച്ചും നെറ്റ്ഫ്ലിക്സിന് ഇന്ദ്രാണി മുഖർജി ഒരു അഭിമുഖം നൽകി. ഷീന ബോറ കൊലക്കേസിന്റെ വിചാരണ മുംബൈയിലെ പ്രത്യേക CBI കോടതിയിൽ നിലവിൽ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. വർഷങ്ങളായി നീളുന്ന ഈ കേസിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാൻ 2026 മാർച്ചിൽ സുപ്രീം കോടതി സ്പെഷ്യൽ CBI കോർട്ടിന് 9 മാസത്തെ അന്തിമ സമയപരിധി അനുവദിച്ചു. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 146 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 2026 ഡിസംബറോടെ ഷീന ബോറ വധക്കേസിൽ ശിക്ഷാവിധി പ്രസ്താവിക്കുമെന്നാണ് സൂചന. ഈ കേസിന്റെ മെറിറ്റിനെ ഒരു തരത്തിലും ബാധിക്കില്ല എങ്കിലും ഒരു ഞെട്ടിക്കുന്ന പ്രസ്താവന കൂടി ഇന്ദ്രാണിയുടേതായി ജയിലിൽ നിന്ന് പുറത്തുവന്നു. ഷീന ബോറ തന്റെ മകളല്ല, സഹോദരിയാണെന്ന് എന്തിന് കള്ളം പറഞ്ഞു എന്ന പോലീസിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു അത്. ഷീന എൻ്റെ മകൾ മാത്രമല്ല, എൻ്റെ സഹോദരിയുമാണ്. അച്ഛൻ്റെ മരണശേഷം അമ്മ അച്ഛൻ്റെ ഇളയ സഹോദരനെ വിവാഹം ചെയ്തു. അയാൾ, ആ രണ്ടാനച്ഛൻ എന്ന മൃഗം, എന്നെ നിരന്തരമായി ലൈംഗികമായി പീഡിപ്പിച്ചു. അതിലുണ്ടായ മകളാണ് ഷീന. പറയൂ, ഷീന എൻ്റെ സഹോദരിയല്ലേ? പോലീസ് പോലും നടുങ്ങിപ്പോയി. പക്ഷെ ആ പ്രസ്താവന ഇന്ദ്രാണി എന്ന സ്ത്രീയുടെ ബന്ധങ്ങളുടെ ബലം എത്രമാത്രം അഴിഞ്ഞുലഞ്ഞു പോയതാണെന്ന് വെളിപ്പെടുത്തുന്നതായി. അധികാരവും ആർത്തിയും ചേർന്നൊരുക്കിയ കെട്ടകഥയിൽ സ്നേഹം എന്ന വാക്കിന് ചോരയുടെ ഇരുണ്ട നിറമായിരുന്നു. ബന്ധങ്ങളുടെ
അഴിഞ്ഞുലഞ്ഞ ആ അന്ധകാര വഴികളിലേക്ക് ഷീന ബോറ വധക്കേസിന്റെ വിധിവാചകങ്ങൾ കൂടി എത്താനുണ്ട്. നാളെ മറ്റൊരു കേസുമായി വീണ്ടും കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.